നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമലയിൽ നടന്നത് ആസൂത്രിത സ്വർണ്ണക്കൊള്ളയാണെന്നതിന്റെ കൂടുതൽ തെളിവുകളാണ് പുറത്തുവരുന്നത്. ശ്രീകോവിലിന്റെ സ്വർണ്ണവാതിൽ ഇളക്കി മാറ്റിയത് ഒരു പരിശോധനയും ഇല്ലാതെയാണ്. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിച്ചുവെന്ന് മഹസറിൽ പറയുന്നു. മഹസറിൽ അടിമുടി ദുരൂഹതകളുമുണ്ട്. സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ മുൻ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ ഉടൻ റാന്നി കോടതിയിൽ ഹാജരാക്കും. 2019 ജൂലൈ 19 സ്വർണ്ണപ്പാളികൾ അഴിച്ചപ്പോൾ ഹാജരാകാതെ മേൽനോട്ട ചുമതല വഹിക്കുന്നതിൽ ബൈജു ഗുരുതര വീഴ്ച വരുത്തിയെന്നാണ് SITയുടെ കണ്ടെത്തൽ. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടികളും ആരംഭിച്ചു. 6 ഉദ്യോഗസ്ഥർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ ബോർഡ് മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ അടക്കം തടയും എന്നുള്ള നിലപാടിലാണ്. ഡാൻ കുര്യൻ വിവരങ്ങൾ നൽകും. ഒപ്പം ശശി നാരായണനും പത്തനംതിട്ടയിൽ നിന്ന്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, വളരെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് ഈ കാര്യങ്ങൾ എത്തി എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. എന്താണ് ഈ അന്വേഷണത്തിന്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? ഇനി ഇതിൽ എത്രമാത്രം ഗുരുതരമായിട്ടുള്ള സാഹചര്യമുണ്ട് എന്നാണോ മനസ്സിലാക്കുന്നത്? രണ്ടാമത്തെ ഇടക്കാല റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് SIT ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷും ഈ പ്രത്യേക അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്ന SP ശശിധരനും നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായാണ് ഈ മുദ്രവെച്ച കവറിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. ആ നടപടിയിൽ കൃത്യമായി കോടതി പൂർണ്ണമായി തൃപ്തി രേഖപ്പെടുത്തുകയും ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയിൽ പൂർണ്ണ തൃപ്തിയെന്ന് കോടതി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കോടതിയുടെ കൃത്യമായ നിരീക്ഷണത്തിൽ തുടരന്വേഷണം കൃത്യമായി തന്നെ മുമ്പോട്ട് പോകുന്നത്. അങ്ങനെയാണ് ഈ കേസിലെ 4ാമത്തെ അറസ്റ്റ് ഇന്നലെ വൈകിട്ട് രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തുള്ള ഫ്ളാറ്റിൽ നിന്നാണ് മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്ന KS ബൈജുവിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് തുടർന്ന് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച പ്രാഥമികമായ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കിയ ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇന്ന് കോടതിയിൽ ഹാജരാക്കാനായി ഈഞ്ചക്കലെ ഓഫീസിൽ നേണ്ട 11:30 കൊണ്ടുപോവുകയും ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം എപ്പോൾ വേണമെങ്കിലും കോടതിയിൽ ഹാജരാക്കാം. അതോടൊപ്പം ഇതിലെ പ്രധാനപ്പെട്ട കാര്യം 2 പേർക്ക് വേണ്ടി ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകും SIT കോടതിയിൽ നിന്നാണ് അറിയാൻ കഴിയുന്നത്. അതിലൊന്ന് സുധീഷ് കുമാറാണ്, മറ്റൊന്ന് മുരാരി ബാബുവാണ്. ഈ 2 പേരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിനൊപ്പം ഇന്ന് കോടതിയിൽ ഹാജരാക്കാൻ പോകുന്ന ഈ മുൻ തിരുവാഭരണ കമ്മീഷണർ കൂടിയായ ഈ KS ബൈജുവിനെ കൂടി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനുള്ള നടപടികൾ SIT ആരംഭിക്കും. അങ്ങനെ ഇവരെ 3 പേരെയും സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഒപ്പമിരുത്തി ചോദ്യം ചെയ്യുക എന്നൊരു നീക്കമായിരിക്കും SITയുടെ ഭാഗത്തിൽ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടത്. അന്വേഷണ സംഘത്തിന് മുമ്പിൽ നിർണായകമായി മാറും. മാത്രവുമല്ല, അടുത്ത ഇടക്കാല റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുമ്പോൾ കൃത്യമായി ഏത് തരത്തിലാകും ഇതുമായി ബന്ധപ്പെട്ട N. വാസു ഉൾപ്പെടെയുള്ള പ്രമുഖരിലേക്ക് അന്വേഷണം എത്തുക, അതിന് മുന്നോടിയായി ഏത് തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെയാണ് പൂർത്തിയാക്കേണ്ടത് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതോടൊപ്പം 2019 ഭരണസമിതിയുടെ തലപ്പത്തുണ്ടായിരുന്ന A. പത്മകുമാർ ഉൾപ്പെടെയുള്ളവരെ വൈകാതെ തന്നെ N. വാസുവിന് സമാനമായ തരത്തിൽ ചോദ്യം ചെയ്യലിന് വിധേയനാകേണ്ടി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരുപക്ഷെ N. വാസുവിനെതിരെ കടുത്ത ഒരു നീക്കം അന്വേഷണ സംഘത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടായാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. അത്തരത്തിലാണ് ഈ അന്വേഷണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഡാൻ, ഒപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയിൽ വിരമിച്ച ഉദ്യോഗസ്ഥർക്കെതിരെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപടിയുമായി നീങ്ങുന്നു എന്നുള്ള നിലപാടിലാണല്ലോ. അതും മറുപടി തൃപ്തികരമല്ലെങ്കിൽ പെൻഷൻ പോലും നൽകില്ല എന്നുള്ള ഒരു സാഹചര്യം. അതിൽ എന്തൊക്കെയാണ് ദേവസ്വം ബോർഡ് എടുക്കുന്ന മുൻകരുതലുകൾ, അല്ലെങ്കിൽ ഇനിയെങ്കിലും അത് മറികടക്കാനുള്ള ശ്രമങ്ങൾ എന്തെങ്കിലും നടത്തുന്നുണ്ടോ ബോർഡിന്റെ ഭാഗത്ത് നിന്ന്? മുഖം രക്ഷിക്കാനുള്ള നടപടിയെന്ന് മാത്രമേ ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ നടപടികളെ വ്യാഖ്യാനിക്കാൻ കഴിയുകയുള്ളൂ. വിരമിച്ച 6 ജീവനക്കാർക്കെതിരെയാണ് കാരണം കാണിക്കലിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ആ കാരണം കാണിക്കൽ നോട്ടീസിന് കൃത്യമായ മറുപടി നൽകിയില്ലെങ്കിൽ, അല്ലെങ്കിൽ തൃപ്തികരമായ മറുപടി നൽകാൻ കഴിയാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ ഒരുപക്ഷെ പെൻഷൻ അടക്കം തടഞ്ഞു വെക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നാണ് ദേവസ്വം ബോർഡിൻ്റെ നിലപാട്. പക്ഷേ അത് അംഗീകരിക്കാനാവില്ല എന്ന് പറഞ്ഞ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻ തിരുവാഭരണ കമ്മീഷണറായിരുന്ന RG രാധാകൃഷ്ണൻ അടക്കം രംഗത്ത് വന്നിട്ടുണ്ട്. അത് ഇത്തരത്തിലൊരു തീരുമാനമെടുക്കാൻ ദേവസ്വം ബോർഡിന് അധികാരമില്ല എന്നാണ് RG രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ വാദിക്കുന്നത്. എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ഉദ്യോഗസ്ഥർ കുടുങ്ങുമെന്ന് ഉറപ്പായിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു കാര്യം കൂടി, ഈ അന്വേഷണ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം എന്താണ്? പ്രധാനമായും ഈ എല്ലാവരെയും ഒരുമിച്ചിരുത്തി ഒരു ചോദ്യം ചെയ്യലിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് നിന്ന്? അത്തരത്തിലുള്ളൊരു ശ്രമം ഏതാനും ദിവസങ്ങൾക്കകത്ത് തന്നെ ഉണ്ടാകാനാണ് സാധ്യത. ഞാൻ അതുകൊണ്ടാണ് ആദ്യം സൂചിപ്പിച്ചത് ഈ മുരാരി ബാബുവിന് വേണ്ടിയും അതോടൊപ്പം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത
മറ്റൊരാൾക്ക് വേണ്ടിയും, അതായത് ഈ KS ബൈജുവിനെ ഇന്നായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതിനപ്പുറത്തേക്ക് മുരാരി ബാബു, സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയാകും ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകുന്നത്. അവരെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്ന സാഹചര്യമുണ്ടായാൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം വരുത്തി ക്രൈംബ്രാഞ്ച് ഓഫീസിൽ അവരെ വിശദമായി ചോദ്യം ചെയ്യും. ഒരുപക്ഷെ 10-ാം തീയതിക്കകത്ത് തന്നെ അത്തരമൊരു ചോദ്യം ചെയ്യൽ ഉണ്ടാകാനാണ് നിലവിലെ സാധ്യത. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി നമ്മൾ പത്തനംതിട്ടയിൽ അവിടെ റാന്നി കോടതിയിൽ അല്പസമയത്തിനകം KS ബൈജുവിനെ ഹാജരാക്കും. മുൻ തിരുവാഭരണ കമ്മീഷണർ അദ്ദേഹത്തെ ഹാജരാക്കും ഉടൻ തന്നെ റാന്നി കോടതിയിൽ. അതിൻ്റെ വിവരങ്ങൾ ശശി നാരായണൻ നൽകും. ശശി, എപ്പോഴാണ് ഈ കോടതിയിലെത്തിക്കുക? അല്പസമയത്തിനകം തന്നെ ഈ തിരുവാഭരണ കമ്മീഷണർ KS ബൈജുവിനെ റാന്നി കോടതിയിൽ ഹാജരാക്കും. ഇന്ന് ഈ പ്രധാനമായും ഹാജരാക്കിയതിനു ശേഷം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടത്, രണ്ടുപേരുടെ കസ്റ്റഡി വാങ്ങാനുള്ള തീരുമാനമാണ് ഉള്ളത്. അത് പ്രധാനമായും സുധീഷ് കുമാറിന്റെയും ഒപ്പം മുരാരി ബാബുവിന്റെയും രണ്ടുപേരുടെയും കസ്റ്റഡി വാങ്ങാനാണ് SIT തീരുമാനിച്ചത്. ഒപ്പം ഈ 10-ാം തീയതിയോട് കൂടിയാണ് കസ്റ്റഡി കാലാവധി. ഉണ്ണികൃഷ്ണൻ പറ്റി 1-ാം തീയതിയായ ഉണ്ണികൃഷ്ണൻ ഭദ്രയുടെ കസ്റ്റഡി കാലാവധി 10-ാം തീയതി അവസാനിക്കും. അതിനു മുമ്പായി ഈ 3 പേരെയും ഒന്നിച്ചിരുത്തി ശബരിമലയിൽ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനും SIT തീരുമാനിച്ചിട്ടുള്ള വിവരം കൂടി വരുന്നുണ്ട്. എന്തായാലും ഗൂഢാലോചന നടത്തിയത് ഈ 3 പേരും കൂടി ചിലപ്പോൾ പക്ഷേ നടത്തിയിട്ടുണ്ടെന്നുള്ള സംശയം SITക്കുണ്ട്. അതുകൊണ്ട് ഈ 3 പേരെയും അവരുടെ കസ്റ്റഡി കാലാവധി തീരുന്നതിന് ഉണ്ണികൃഷ്ണൻ കസ്റ്റഡി കാലാവധി തീരുന്നതിന് തന്നെ ഈ സുധീഷ് കുമാറിനെയും ഒപ്പം ഈ മുരാരി ബാബുവിനെയും കൂടെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ചോദ്യം ചെയ്യലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് സുധീഷ് കുമാർ കഴിഞ്ഞ ദിവസം നൽകിയ നിർണായക മൊഴിയുടെ അടിസ്ഥാനത്തിലും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഇവർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. ഇതെല്ലാം ഒന്നിച്ച് പരിശോധിക്കുക എന്നൊരു കാര്യം കൂടി അന്വേഷണ സംഘത്തുണ്ട്. അതുകൊണ്ട് ശബരിമലയിലേക്ക് ഈ 3 പേരെയും ഒന്നിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് കസ്റ്റഡിയിൽ കിട്ടിയാൽ ഇവരെ ശബരിമലയ്ക്ക് ഒരുപക്ഷെ കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. അല്പസമയത്തിനകം തന്നെ മുരാരി ബാബുവിനെ റാന്നി കോടതിയിൽ KS ബൈജുവിനെ റാന്നി കോടതിയിൽ എത്തിക്കും. അതിനുള്ള നടപടിക്രമങ്ങളെല്ലാം ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. അല്പസമയം എടുക്കുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു ഗൂഢാലോചന ഈ 3 പേരും ചേർന്ന് നടത്തിയിട്ടുണ്ടെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കാരണം 2019 ഉദ്യോഗസ്ഥ തലത്തിൽ ചില കാര്യങ്ങൾ, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ശബരിമലയിൽ ഉണ്ടായിരുന്ന അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിന്റെ അടക്കമുള്ള നേതൃത്വത്തിൽ ചില ഗൂഢാലോചനകൾ ഈ സ്വർണ്ണ ചോർച്ചയുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം തന്നെയാണ് SITക്കുള്ളത്. അത് കൃത്യമായി അതിന്റെ പരിശോധന നടത്തി കണ്ടെത്തുക എന്നുള്ളതാണ്. മഹസറിലടക്കം വലിയ ഗുരുതരമായ അതാണ് ശശി, മഹസറിൽ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അത് ഞെട്ടിപ്പിക്കുന്നതുമാണ്. ആസൂത്രിതമായിട്ടുള്ള സ്വർണ്ണക്കൊള്ളയാണ് നടന്നത് എന്നതിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു ചൂണ്ടുവലയെ തന്നെ അതിനെ കണക്കാക്കണം. ശ്രീകോവിലിൻ്റെ സ്വർണ്ണവാതിൽ ഒരു പരിശോധനയും കൂടാതെ ഇളക്കി മാറ്റുന്നു. പുതിയ സ്വർണ്ണവാതിൽ വെച്ച ശേഷം പഴയ പാളികൾ അത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് മഹസറിൽ പറയുന്നത്. മഹസറിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്ന് തന്നെ പറയണ്ടേ? തീർച്ചയായും മഹസറിലാണ് ദുരൂഹത. കാരണം 2019 ജൂലൈയിലാണ് ഈ സ്വർണ്ണ പൂശിനു വേണ്ടി ദ്വാരപാല ശില്പങ്ങൾ ഇവിടെ നിന്ന് കൊണ്ടുവന്നത്. ആ സമയത്ത് സാധാരണഗതിയിൽ ഇത് തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യത്തിൽ വേണം ഇത് അരിച്ചെടുത്ത് കൊണ്ടുപോകേണ്ടത്. പക്ഷേ തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യമില്ലാതെയാണ് ഇത് അരിച്ചെടുത്തോണ്ട് പോയത്. അതിൽ പ്രധാനമായും കൊണ്ടുവന്ന രേഖകളും അത്ര തന്നെ സൂചിപ്പിച്ചിരിക്കുന്നു. അതിൽ ഒപ്പിട്ടിരിക്കുന്നു ഈ പറയുന്ന സുധീഷ് കുമാർ അടക്കമുള്ള ജീവനക്കാരാണ് ഒപ്പിട്ടിട്ടുള്ളത്. ആ കൊണ്ടുപോയതിനു ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണം പോയി തിരികെ കൊണ്ടുവരുമ്പം ഇത് ഈ തിരുവാഭരണ കമ്മീഷണർ സാന്നിധ്യമില്ലായിരുന്നു എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് പ്രധാനമാണ്. ശബരിമലയെ സംബന്ധിച്ച് അവിടുത്തെ ഏത് കാര്യം ഒരു മണി അടക്കം കൊണ്ടുപോയാലും അതെല്ലാം മഹസറിലും രജിസ്റ്ററിലും കൃത്യമായും സൂക്ഷിക്കേണ്ടതാണ്, രേഖപ്പെടുത്തിയാണ്. അത്ര വലിയ ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട്. പഴയ സ്വർണം, പഴയ കട്ടള, അതായത് ശ്രീകോവിലിന്റെ കട്ടള വാതിൽ, ആ വാതിൽ കൊണ്ടുപോകുമ്പോൾ ഈ അതിൽ സ്വർണം പൂശിയ വിവരങ്ങൾ കൂടി ഈ മഹസറിലില്ല. നേരത്തെ വിജയമല്യ സ്വർണം പൂശി കൊടുത്ത് 98 സ്വർണം പൂശി കൊടുത്തിട്ടുള്ളതാണ്. അത് ആ സ്വർണ്ണപ്പാളിയുടെ കൊണ്ടുപോകുമ്പോൾ ആ മഹസറിൽ അത്ര സൂചിപ്പിച്ചിട്ടില്ല. അത് വെറും ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് ഈ സുധീഷ് കുമാറിന്റെ കാലഘട്ടത്തിലാണത്. എക്സിക്യൂട്ടീവ് ഓഫീസറായി അദ്ദേഹം ഉള്ള കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അപ്പം ആ രേഖകളിൽ ആ മഹസറിൽ അത്തരത്തിലില്ല. അത് തിരികെ കൊണ്ടുവരുമ്പോൾ ഉണ്ണികൃഷ്ണൻ പറ്റി ഈ കട്ടള കഥ സ്വർണം പൂശി കൊണ്ടുവരുമ്പോഴത്തേക്ക് അത്
സ്വർണ്ണപ്പാളി എന്ന് രേഖപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. പക്ഷെ കൊണ്ടുപോകുമ്പോൾ അത് ചെമ്പുപാളി എന്ന് തന്നെയാണ് ആ മകസറി സൂചിപ്പിച്ചിട്ടുള്ളത്. അവിടെ തന്നെ വലിയ ഗുരുതരമായ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് കോടതി ഇതിൽ ചോദ്യം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ശാസ്ത്രീയമായ ഒരു പരിശോധന ശബരിമലയിൽ ഉണ്ടാകണം എന്ന് ആവശ്യപ്പെട്ടത്. കാരണം സ്വർണം ഏത് തരത്തിലാണ് ഇത് അവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടത് അല്ലെങ്കിൽ കവർന്നെടുത്തിട്ടുള്ളത്, എങ്ങനെയാണ് ഈ രേഖകളിൽ ഒന്നും കാണാതെ ഇത് കൊണ്ടുപോകാൻ കഴിഞ്ഞത് എന്നുള്ള ആശങ്ക കൂടി കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയമായ പരിശോധന ശബരിമലയിൽ നടത്തണമെന്ന് SIT ആവശ്യപ്പെട്ടുള്ളത്. അത് ചെയ്യുകയും ചെയ്യും. അതിനുവേണ്ടിയുള്ള നടപടികൾ വരും ദിവസങ്ങളുണ്ടാകും. എന്തായാലും ഇന്ന് അല്പസമയത്തിന് തന്നെ ഈ തിരുവാഭരണ കമ്മീഷൻ KS ബൈജുവിനെ ഇവിടെ റാന്നി കോടതിയിൽ ഹാജരാക്കും. അതിനുശേഷം ഒരുപക്ഷെ കസ്റ്റഡി വാങ്ങാൻ സാധ്യതയുണ്ട്. ഒപ്പം ഈ സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള തീരുമാനമുണ്ട്. അതും അപേക്ഷ കഴിഞ്ഞ ദിവസമാണ് സമർപ്പിച്ചത്. ഇന്നത് കിട്ടാനും ലഭിക്കാനും സാധ്യതയുണ്ട്. ശശി, അവിടെ തെളിവെടുപ്പിനുള്ള സാധ്യതയുണ്ടോ സന്നിധാനത്ത്? ഇത് തീർച്ചയായും, കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രണ്ടുപേരെ കസ്റ്റഡി വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും കസ്റ്റഡിയിൽ വാങ്ങണമെന്ന ആവശ്യം ഇപ്പം അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിട്ടുള്ളത് പ്രധാനമായും രണ്ടുപേരും കൂടെ വേണം. അത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവർക്കെതിരെ മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ 3 പേരെയും ഒന്നിച്ചെടുത്ത് കസ്റ്റഡിയിൽ ശബരിമലയിൽ കൊണ്ടുപോയി അവരെ ചോദ്യം ചെയ്യുകയും തെളിവെടുക്കാനും സാധ്യതയുണ്ടെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയത്തിന് തന്നെ ഈ കേസ് ബൈജുവിനെ അടക്കം ഇവിടെ കൊണ്ടുവരും, കസ്റ്റഡി ഇത് പരിഗണിക്കും. അതിനുശേഷമായിരിക്കും കസ്റ്റഡി കിട്ടിയാൽ ഒരു പക്ഷേ ഈ 3 പേരെയും ഉണ്ണികൃഷ്ണൻ പോറ്റി ഒപ്പം മുരാരി ബാബു സുധീഷ് കുമാർ ഈ 3 പേരെയും ഒരുപക്ഷെ സന്നിധാനത്തെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുള്ള നടപടികൾ അതിനുള്ള നടപടിയാണ് SIT തീരുമാനിച്ചിട്ടുള്ളത്. അത്തരം ഉണ്ടാവുമെന്നാണ് നമുക്കിപ്പോൾ അറിയുന്ന വിവരം. റൈറ്റ്. ശശി നാരായണൻ പത്തനംതിട്ടയിൽ നിന്ന് ചേർന്നത്. ഞാൻ ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഡാൻ, ഈ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിലെ എല്ലാ ആസ്തികളുടെയും ചുമതലക്കാരൻ നിയമപരമായി അത് തിരുവാഭരണം കമ്മീഷണറാണ്. KS ബൈജു ആ പദവിയിലിരിക്കെ ഇത്തരം കാര്യങ്ങൾ നടക്കുന്നു. അവിടെ ഒരു അസാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു. അദ്ദേഹം അതിൽ കണ്ണടയ്ക്കുന്ന മട്ടിൽ കുരുക്കല്ലേ ബൈജുവിലേക്ക് നീങ്ങുന്നത്? തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ബൈജുവിനെ കസ്റ്റഡിയിലെടുത്തത്. അതായത് ബൈജുവിന് ഈ കേസുമായി ബന്ധപ്പെട്ട ഈ ഗൂഢാലോചനയിൽ ഏത് തരത്തിലാണ് അറിവുള്ളത് എന്ന കാര്യത്തിൽ SITക്ക് കൃത്യമായ ബോധ്യമുണ്ട്. കാരണം ഈ വിലപിടിപ്പുള്ള വസ്തുക്കൾ അവിടെ നിന്ന് മാറ്റുമ്പോൾ കൃത്യമായി മഹസറിൽ അത് രേഖപ്പെടുത്തുക എന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് സാന്നിധ്യം വഹിക്കേണ്ട ആളാണ് തിരുവാഭരണ കമ്മീഷണർ. ആ ചുമതല ഉണ്ടായിരുന്ന KS ബൈജു ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് ഉണ്ടായിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. മാത്രവുമല്ല, ഇത് കൃത്യമായ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു നീക്കം ഈ KS ബൈജുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും SIT വിലയിരുത്തുന്നു. അങ്ങനെയെങ്കിൽ അത് ആർക്ക് വേണ്ടി എന്നതാണ് ഉയരുന്ന ചോദ്യം. അവിടെയാണ് മുൻ ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസു ഉൾപ്പെടെയുള്ളവരിലേക്കുള്ള സംശയം ബലപ്പെടുത്തുന്ന കാര്യങ്ങളിലേക്ക് SIT എത്തുന്നത്. അവിടെയാണ് ഒരുപക്ഷെ കടുത്ത നീക്കങ്ങളുടെ ഭാഗമായി വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യാനായി വിളിച്ചു വരുത്തുകയോ കസ്റ്റഡിയിൽ എടുക്കുകയോ ചെയ്യാനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയാത്ത തരത്തിലേക്ക് ഈ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയും ചെയ്തിരിക്കുന്നത്. റൈറ്റ്. എന്താണെങ്കിലും ഇത് ഗുരുതരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അല്പസമയത്തിനകം KS ബൈജുവിനെ അവിടെ റാന്നി കോടതിയിൽ ഹാജരാക്കും. സമഗ്രമായിട്ടുള്ള വിവരങ്ങളാണ് നൽകിയത് ഡാൻ കുര്യനും ഒപ്പം ശശി നാരായണനും പത്തനംതിട്ടയിൽ. കൊച്ചിയിലെ ഫ്ളാറ്റിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ കേസിൽ ഛായാഗ്രഹകൻ സമീർ താഹിറും പ്രതി. കേസിൽ എക്സൈസ് കുറ്റപത്രം സമർപ്പിച്ചു. സംവിധായകരായ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയുമാണ് മറ്റു പ്രതികൾ. സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്ന് കഴിഞ്ഞ ഏപ്രിലാണ് ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും എക്സൈസ് പിടികൂടുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങളുമായി കൊച്ചിയിൽ ചേരുന്നുണ്ട്. ആജ്ഞ, ഈ എക്സൈസ് നൽകുന്ന വിവരമനുസരിച്ച് ഈ കുറ്റപത്രത്തിൽ എന്തൊക്കെയാണ് ചുമത്തിയിരിക്കുന്നത്? അത് എത്ര വലിയ ശിക്ഷയ്ക്ക് വരെ പോകാവുന്ന കുറ്റങ്ങളാണ്? സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട കുറ്റമാണ്. 1.6 ഗ്രാം കഞ്ചാവാണ് ഈ പ്രതികളിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. അത് 1 കിലോ വരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാം എന്നുള്ളതാണ് നിയമപ്രകാരം ഉള്ള നിയമപരമായിട്ടുള്ള നീക്കങ്ങൾ. അങ്ങനെ തന്നെയാണ് ഇത് അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചതാണ്. കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ സമീർ താഹിറിനെ കൂടി പ്രതി ചേർത്തിട്ടുണ്ട് എന്നാണ്. 6 മാസത്തിന് ശേഷമാണ്, കഴിഞ്ഞ ഏപ്രിലാണ് ഈ പറഞ്ഞതുപോലെ 1.6 ഗ്രാം കഞ്ചാവോട് കൂടി ഖാലിദ് റഹ്മാനെയും അതുപോലെ അഷ്റഫ് ഹംസയും സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നും പിടികൂടുന്നത്. ആ ഒരു സാഹചര്യത്തിൽ സമീർ താഹിർ കൂടി അറിഞ്ഞിട്ടാണ് ഇങ്ങനെ ലഹരി ഉപയോഗത്തിന്
വായ്പയ്ക്കായി ഫ്ളാറ്റ് വിട്ടുകൊടുത്തത്, അല്ലെങ്കിൽ തൻ്റെ ഫ്ളാറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നുണ്ട് എന്ന് സമീർ താഹിർ കൂടി അറിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ഈ കുറ്റപത്രത്തിൽ ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് സമീർ താഹിറിനെ കൂടി പ്രതി ചേർത്തിട്ടാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് അന്ന് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. 1.6 ഗ്രാം എന്ന് പറയുന്നത് ചെറിയ അളവ്, അതായത് സ്വന്തം ഉപയോഗത്തിന് ഉള്ളത് എന്നുള്ള കണക്കിലാണ് സാധാരണയായി എക്സൈസ് നിയമത്തിൽ പെടുത്തുന്നത്. അങ്ങനെയാണ് അതിൽ 999 ഗ്രാം വരെ ഈ ഒരു കാറ്റഗറിയിൽ, അതായത് 1 ഗ്രാം മുതൽ 999 ഗ്രാം വരെ ഈ കാറ്റഗറിയിൽ തന്നെയാണ് വരുന്നത്. 1 കിലോയ്ക്ക് മുകളിലോട്ടാണ് ജാമ്യമില്ലാത്ത വകുപ്പുകളിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത്. നിലവിലെന്തായാലും ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ട് അയച്ച കേസ് തന്നെയാണ്. അതിൽ കുറ്റപത്രം സമർപ്പിച്ചത് 6 മാസത്തിന് ശേഷമാണ് എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്ത അന്ന്, അതായത് ഇവരെ ചോദ്യം ചെയ്ത സമയത്ത് പുറത്തുനിന്ന് വിദേശത്തുള്ള ഒരു യുവാവിനെ പറ്റി ഇവർ പോലീസിനോട്, എക്സൈസിനോട് പറഞ്ഞിരുന്നു. അതേസമയം അത് സ്ഥിരീകരിക്കാൻ, അതിൽ തെളിവുകൾ കണ്ടെത്താൻ എക്സൈസിന് കഴിഞ്ഞില്ല. നവീൻ എന്ന് പറയുന്ന ഒരു യുവാവാണ് ഈ ലഹരി വസ്തു എത്തിച്ചത് എന്നുള്ള ഒരു കാര്യം കൂടി, ഒരു വെളിപ്പെടുത്തൽ കൂടി അവർ എക്സൈസിനോടൊന്ന് നടത്തിയിരുന്നതാണ്. അതേസമയം ഈ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചെടുത്ത കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഈ സമീർ താഹിറിൻ്റെ അറിവോടുകൂടിയാണ്, സിനിമാ ചർച്ചയുമായി ബന്ധപ്പെട്ടാണ് ഖാലിദ് റഹ്മാനും അതുപോലെ അഷ്റഫ് ഹംസയും ഈ ഫ്ലാറ്റ് എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നതിൻ്റെ സമയത്ത് തന്നെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഉപയോഗിക്കുന്ന സാഹചര്യം കൂടി ഉണ്ടായിരുന്നത്. അത് രഹസ്യവിവരത്തെ തുടർന്നാണ് അന്ന് ഇവിടുത്തെ കൊച്ചിയിലെ എക്സൈസിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടത്തുന്നതും ഈ ചെറിയ, അതായത് ഈ തൂക്കത്തിനുള്ള അളക്കാനുള്ള ത്രാസും അതുപോലെ ഹുക്ക പോലത്തെ വലിക്കാനുള്ള സംവിധാനങ്ങളും ഒക്കെ കയ്യിൽ നിന്നും കണ്ടെത്തുന്നത് അവിടെ നിന്നും അങ്ങനെ ഉണ്ടായിരുന്ന പരിശോധനയിലാണ്. എന്തായാലും ഈ 6 മാസത്തിന് ശേഷം, കഴിഞ്ഞ ഏപ്രിലാണ് ഈ സംഭവം നടക്കുന്നത്. 6 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഈ കുറ്റപത്രത്തിൽ സമീർ താഹിറും അതുപോലെ ഖാലിദ് റഹ്മാനും അഷ്റഫ് ഹംസയും ഉൾപ്പെടെ 3 പ്രതികളാണുള്ളത്. തല്ലുമാല, അതുപോലെ ആലപ്പുഴ ജിംഖാന തുടങ്ങിയ നിരവധി സിനിമകളുടെ സംവിധായകനാണ് ഈ ഖാലിദ് റഹ്മാൻ. ഉറപ്പായിട്ടും ഈ ചലച്ചിത്ര രംഗത്തെ, സിനിമാ ലോകത്തെ ഈ ലഹരി ഉപയോഗം വലിയ തോതിൽ ചർച്ചയായപ്പെടുന്ന ഒരു സമയത്തായിരുന്നു ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുന്നതും അവിടെ ഇങ്ങനെ ഈ സംവിധായകരെ പിടികൂടുന്നതും സമീർ താഹിറിൻ്റെ ഫ്ലാറ്റിൽ നിന്ന്. ഇപ്പോൾ എക്സൈസിൻ്റെ കുറ്റപത്രം അനുസരിച്ച് സമീർ താഹിറിൻ്റെ അറിവോടുകൂടിയാണ് ഈ അവിടെ ലഹരി ഉപയോഗം, ഹൈബ്രിഡ് കഞ്ചാവിൻ്റെ ഉപയോഗം നടന്നത് എന്ന് വ്യക്തമാവുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇടനിലക്കാരനിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. എവിടെ നിന്ന് ഈ ലഹരി വന്നു, എവിടെ നിന്ന് കഞ്ചാവ്, ഹൈബ്രിഡ് കഞ്ചാവ് എത്തിച്ചു എന്നുള്ളതിൽ ഒരു വിവരവുമില്ല, ഒരു സൂചനയുമില്ല. അപ്പോൾ ഇടനിലക്കാരനിലേക്കോ അല്ലെങ്കിൽ വന്ന വഴി കണ്ടെത്താൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ ഈ അന്വേഷണം ഏത് തരത്തിലാണ് പൂർണ്ണമാവുക? ചോദ്യമാണ് എൽദോ. പ്രത്യേകിച്ചും ഇടനിലക്കാരൻ്റെ ഒക്കെ വിവരങ്ങൾ അന്ന് ഈ പിടിയിലായ പ്രതികൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ തന്നെയാണ് നവീൻ എന്ന് പറയുന്ന ഒരു യുവാവ് ആണ് ഇവർക്ക് കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് എന്നുള്ള വിവരങ്ങളൊക്കെ എക്സൈസ് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുള്ള ആളായിരുന്നോ അതല്ലെങ്കിൽ എവിടെ നിന്നാണെന്നോ അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊന്നും ശേഖരിക്കാൻ എക്സൈസിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യവും കുറ്റപത്രത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു. അതായത് ഈ ഇവരെ ചോദ്യം ചെയ്തപ്പോൾ, ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസയും ചോദ്യം ചെയ്തപ്പോൾ ഇവരെ കഞ്ചാവ് എത്തിച്ചു കൊടുത്തത് ഇങ്ങനെ ഒരു യുവാവായിരുന്നു എന്ന് പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം വിദേശത്തായിരുന്നു എന്നും പറയുന്നുണ്ട്. അത് ആ സമയത്തും വിദേശത്തുണ്ടായിരുന്ന ഒരാളുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ ചർച്ചയായതാണ്. ഈ എൽദോ ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സിനിമാ മേഖലയിലെ ലഹരി ഇടപാടുകൾ വലിയ ചർച്ചയായിരുന്ന സാഹചര്യത്തിലാണ് ഈ 1.6 ഗ്രാം എന്ന് പറയുന്ന അളവിലുള്ള കഞ്ചാവ് പിടികൂടുന്നത്. ആ സമയത്ത് അത് ഒരു ചെറിയ അളവിലുള്ള കഞ്ചാവാണ്, അല്ലെ ചെറിയ അളവിലുള്ള ലഹരി ഉപയോഗമല്ലേ എന്നുള്ള വിമർശനങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നതാണ്. എന്നിരുന്നാൽ പോലും ഈ ഒരു കാലഘട്ടം, ഈ ഒരു സമയം, അതായത് ഈ സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിൻ്റെ വ്യാപ്തി പുറത്തു വരുന്ന ഓരോരോ സാഹചര്യങ്ങളായി പുറത്തു വരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. ആ ഒരു സമയത്ത് അത് പിടിച്ചതിന് അത്ര അത് പ്രത്യേകിച്ചും ഈ അറിയപ്പെടുന്ന യുവ സംവിധായകരുടെ പക്കൽ നിന്നും ഈ കഞ്ചാവ് പിടിച്ചു എടുത്ത ഒരു സാഹചര്യം, ലഹരി വസ്തുക്കൾ പിടിച്ചെടുത്ത ഒരു സാഹചര്യം വലിയ ചർച്ചയാകാനുള്ള കാരണവും അതാണ്. ആ ഒരു സമയത്ത് സിനിമാ മേഖലയിലെയും സിനിമാ സെറ്റുകളിലെയും ഒക്കെ കഞ്ചാവ് ഉപയോഗങ്ങൾ, ലഹരി ഉപയോഗങ്ങൾ വളരെ വ്യാപകമായി ചർച്ച ചെയ്തിരുന്ന ഒരു സമയം കൂടിയാണ്. അതേസമയം ഈ പറയുന്ന 1.9 എന്ന് പറയുന്ന ചെറിയ അളവിലുള്ളതല്ലേ എന്നുള്ള ചോദ്യങ്ങളും പല ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഈ പറഞ്ഞതുപോലെ 1 ഗ്രാം മുതൽ 999 ഗ്രാം വരെ പിടിക്കപ്പെടുന്നത് ക്രൈം തന്നെയാണ്. അതുപോലെ അതിന് മുകളിലോട്ടുള്ളത് ഇത് രണ്ടും, അതായത് ആദ്യത്തേത്
പേഴ്സണൽ ആവശ്യത്തിനും രണ്ടാമത്തത് ഈ ബിസിനസ് ആവശ്യത്തിനും എന്നുള്ള കാറ്റഗറിയിലേക്കാണ് മാറ്റുന്നത്. അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാറ്റഗറിക്ക് റിമാൻഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് അല്ലെങ്കിൽ ജയിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടി വരും. ജാമ്യമില്ലാത്ത വകുപ്പിൽ തന്നെയാണ് പെടുന്നത്. ഇത് പക്ഷേ സ്റ്റേഷൻ ജാമ്യത്തിൽ ഉദ്യോഗസ്ഥന് ശരി, എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുന്നെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ലഹരി ഉപയോഗമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതും സമൂഹത്തിൽ എത്രമാത്രം പ്രമുഖരായി നിൽക്കുന്ന 3 പേരാണ് അതിൽ പ്രതികളാവുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയം. സമീർ താഹിറിന്റെ ഫ്ളാറ്റിലായിരുന്നു. സമീർ താഹിറിന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ ലഹരി ഉപയോഗം അവിടെ നടന്നത് എന്ന് വ്യക്തമാക്കുകയാണ് എക്സൈസിന്റെ കുറ്റപത്രം. ഇത് കോടതിയിലെത്തി. അത് ഏതാണ്ട് 1 വർഷം വരെ മാത്രം തടവ് ലഭിക്കാൻ കഴിയുന്ന ഒരു കുറ്റമായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. എന്നാലും നമുക്ക് കാത്തിരിക്കാം അതിൻ്റെ വരും വാർത്തകൾക്കായി ഈ ദിവസങ്ങളിൽ തന്നെ. ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ ചേർന്നത്. എറണാകുളത്ത് ബസ് യാത്രയ്ക്കിടെ പെൺകുട്ടിക്ക് നേരെ SDPI നേതാവിൻ്റെ ലൈംഗികാതിക്രമം. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീർ അറസ്റ്റിലായി. എറണാകുളം കൊടുങ്ങല്ലൂർ ബസ്സിൽ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു സംഭവം. പെൺകുട്ടി പരാതിപ്പെട്ടതിനെ തുടർന്ന് ബസ് ജീവനക്കാരും സഹയാത്രികരും ചേർന്ന് ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസിന് കൈമാറുകയായിരുന്നു. ഡാനി പോൾ അതിൻ്റെ വിശദാംശങ്ങൾ നൽകും. ഡാനി, എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ദിവസമാണ് ബസ്സിൽ ഈ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടാകുന്നത്. എറണാകുളത്ത് നിന്ന് കൊടുങ്ങല്ലൂർക്ക് പോകുന്ന എറണാകുളം കൊടുങ്ങല്ലൂർ ബസ്, ഈ ബസ്സിൽ കൊടുങ്ങല്ലൂർ ഭാഗത്ത് വെച്ചാണ് ഈ രീതിയിൽ പെൺകുട്ടിയോട് ഇയാൾ അപമര്യാദയായിട്ട് പെരുമാറുന്നതും അതോടൊപ്പം തന്നെ ഇത് പെൺകുട്ടി പരാതി ഉന്നയിക്കുന്നു. ഇതിനെ തുടർന്നാണ് മറ്റ് യാത്രക്കാരടക്കം ഇതിൽ ഇടപെടുകയും ചെയ്യുന്നത്. ഇതിൽ SDPIയുടെ നേതാവാണ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റിലായിരിക്കുന്നത്. കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായിരിക്കുന്നത്. പെൺകുട്ടിയുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇയാളെ കൊടുങ്ങല്ലൂർ പോലീസിന് ഇയാളെ കൈമാറിയിട്ടുണ്ട്. മറ്റ് നിയമ നടപടികളടക്കം തുടരുകയാണ്. ഏതായാലും ബസ്സിൽ ഈ രീതിയിലുള്ള ഈ ലൈംഗിക അതിക്രമങ്ങൾ അതിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുക എന്ന രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. നേരത്തെയും സമാനമായ രീതിയിലുള്ള സംഭവങ്ങൾക്ക് ഇത് യാത്രക്കാരടക്കം പ്രതികരിക്കാതിരുന്ന സംഭവങ്ങളുണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ അതിന് ഇരയാക്കപ്പെടുന്നവർ മാത്രം ചോദ്യം ചെയ്യപ്പെടുന്നു, മറ്റുള്ളവർ അതിലേക്ക് ഇടപെടാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ ഉയർന്നു വരുന്നൊരു സമയത്താണ് ഇപ്പോൾ പരാതിക്കാരിക്കൊപ്പം ഈ പെൺകുട്ടിക്കൊപ്പം തന്നെ മറ്റ് യാത്രക്കാർ കൂടി അതിലിടപെടുന്നു എന്നത് പറയുന്നത്. അതിൽ അവർ കൂടി ഇടപെട്ടുകൊണ്ട് അവരുടെ കൂടി പ്രതിഷേധവും കാര്യങ്ങളും അതിനകത്ത് ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ബസ് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരും പരാതി പെൺകുട്ടി രേഖാമൂലം തന്നെ നൽകുകയും ചെയ്തത്. ഇതിനെ തുടർന്നാണ് ഈ കേസിൽ ഇയാൾ അറസ്റ്റിലാകുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ഏതായാലും SDPI നേതാവിനെതിരെ പോലീസ് കേസെടുക്കുകയും അറസ്റ്റ് ചെയ്ത് തുടർ നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുണ്ട്. എൽദോ, ബസ് യാത്രക്കിടെയാണ് പെൺകുട്ടിക്ക് നേരെ SDPI നേതാവിൻ്റെ ലൈംഗിക അതിക്രമം. സംഭവത്തിൽ കൊടുങ്ങല്ലൂർ കോതപ്പറമ്പ് സ്വദേശി MK ഷമീറാണ് അറസ്റ്റിലായത്. ഡാനി, മുൻപ് ഏതെങ്കിലും സാഹചര്യത്തിൽ ഏതെങ്കിലും കേസിലോ എന്തെങ്കിലും പ്രതിയായിട്ടുള്ള ആളാണോ ഇയാളെ പറ്റിയുള്ള വിവരങ്ങൾ കൂടുതൽ എന്തെങ്കിലും നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ ഇതുവരെയും ലഭ്യമായിട്ടില്ല. കാരണം ഇതൊരു സമാനമായ ഒരു സാഹചര്യങ്ങളിൽപ്പെട്ട ഒരാളാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഏതായാലും തുടർ നടപടികൾ ഉണ്ടാവുകയും ചെയ്തു. എന്തോ ഈ കേസിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. കാരണം ഈ ബസ്സിനകത്ത് പലപ്പോഴും ഇത്തരം സ്വകാര്യ ബസ്സുകൾ മറ്റ് ബസ്സുകളിലായാലും ശരി വലിയ രീതിയിൽ സ്ത്രീകൾക്ക് നേരെ പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള പരാതികൾ വളരെ സജീവമായി നിലനിൽക്കുന്ന ഒരു സമയമാണ്. നമുക്കറിയാം, നേരത്തെ ഉണ്ടായിരുന്നൊരു പരാതി ആലുവയിൽ നിന്ന് പുറപ്പെടുന്ന ഒരു KSRTC ബസ്സിനകത്തുണ്ട്. ആ പെൺകുട്ടി പരാതിപ്പെടുകയും പിന്നീട് ആ കുട്ടിയുടെ സഹായത്തിന് വരികയും ചെയ്ത കണ്ടക്ടർ മാത്രമായിരുന്നു സഹായത്തിലേക്ക് എത്തുകയും പിന്തുടർന്ന് പിടിക്കുകയും എല്ലാം തന്നെ ഉണ്ടായത്. നമ്മൾ മാധ്യമങ്ങളിലെല്ലാം തന്നെ ഇടനേടിയത്. അന്നെല്ലാം തന്നെ ഉയർന്നിരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അവർ ഈ പരാതിപ്പെടുന്നവരും അതിലിടപെടുന്നവരും അവരെ ഒറ്റയ്ക്കാകുന്നു എന്നതെല്ലാം തന്നെ പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്. ഈ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇവിടെ മറ്റുള്ളവരൊരു സഹായം കൂടി ലഭിക്കുന്നു. കുറേ കൂടി ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ഇടപെടേണ്ട ഒരു വിഷയം, ഒരു സാമൂഹ്യമായ രീതിയിൽ തന്നെ ഒരു ഇടപെടൽ ഇതിൽ ആവശ്യമാണ് എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുന്നു എന്നത് ചില സൂചകമായ ചില കാര്യങ്ങൾ തന്നെയാണ്. ഏതായാലും അത്തരം വിഷയങ്ങളിൽ ഈ പരാതിപ്പെടുന്നവർ അല്ലെങ്കിൽ ഇതിൽ പറയുന്നവർ അവർ തനിച്ചാകുന്നില്ല എന്നത് ഇതുപോലുള്ള കേസുകളിൽ കുറച്ചെല്ലാം തന്നെ ആശ്വാസം പകരുന്നതും ആത്മവിശ്വാസം നൽകുന്നതുമാണ്. കാരണം ഇത്തരമൊരു അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുക എന്നത് പൊതുനിരത്തിൽ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുന്നവർ തനിച്ചാകുന്നില്ല എന്നതെല്ലാം തന്നെ ആശ്വാസകരമായ ഒരു കാര്യമായിട്ട് കൂടി ഇതിനൊപ്പം നമുക്ക് ചേർത്ത് വായിക്കാവുന്നതാണ്. ഏതായാലും ഇതിൽ അത്തരം ഈ ചേർത്ത് വയ്ക്കലുകൾ ഉണ്ടായിരിക്കുന്നു.
കഴിഞ്ഞ ദിവസമുണ്ടായിരുന്ന ഈ പരാതിയിൽ അവർക്കൊപ്പം നിൽക്കാൻ മറ്റ് യാത്രക്കാർ കൂടി തയ്യാറാകുന്നു. എറണാകുളം കൊടുങ്ങല്ലൂർ ബസ്സിൽ ആണ് ഈ സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നത്. പെൺകുട്ടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയ ആ വ്യക്തിക്ക് നേരെയാണ് പരാതി ഉന്നയിക്കുകയും ഒടുവിൽ ബസ് യാത്രക്കാരടക്കം ഇടപെടുകയും ചെയ്യുന്നതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുകയും അവിടെ പരാതിയും തുടർ നടപടികളുമായിട്ട് അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയും ചെയ്തിട്ടുള്ളത്. ഇയാളുടെയൊക്കെ വേറെ ഏതെങ്കിലും സമാനമായ സാഹചര്യങ്ങളുണ്ടോ, മറ്റേതെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ബസ്സിൽ വെച്ച ഇത്തരത്തിൽ അതിക്രമം അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. ആ പെൺകുട്ടി അതിന് തയ്യാറായി എന്നുള്ളതും എടുത്തു പറയണം. എന്താണെങ്കിലും ഇനിയും ആവർത്തിക്കപ്പെടാത്ത സാഹചര്യങ്ങളിൽ ബസ്സിൽ ഇത്തരം സാഹചര്യങ്ങൾ പതിവായി ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ വളരെ ആശങ്കയോടുകൂടി നോക്കിക്കാണേണ്ടത്. തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട്ലൈറ്റ് തുടരുകയാണ്. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിൽ ഡീനിനെതിരെ പോലീസിൽ പരാതി. ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയനാണ് കഴക്കൂട്ടം ACPക്ക് പരാതി നൽകിയത്. നിരന്തരം വിവേചനം നേരിട്ടുവെന്നും ഗവേഷണ ബിരുദം നൽകരുത് എന്നാവശ്യപ്പെട്ടത് തൻ്റെ സമുദായത്തോടുള്ള സ്പർദ്ധ മൂലമാണെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം അധ്യാപികയുടെ ജാതി അധിക്ഷേപം അത് അപലപനീയമാണ് എന്നാണ് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചത്. എക്സ്പെർട്ടുകൾ പങ്കെടുക്കുന്ന വേദിയിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത് അത് വിജയകരമായി പൂർത്തീകരിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആ ഭാഷ അറിയില്ല എന്ന് ആ കുട്ടിയുടെ MPhil ഡിസർട്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ പറയുന്നത് വളരെ അപലപനീയമായ കാര്യമാണ്. അതൊക്കെ തന്നെ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണുകയാണ്. അജയ് സുധാ ബിജു വിവരങ്ങൾ നൽകും. അജയ്, ആദ്യം എന്തൊക്കെയാണ് ഈ പരാതിയിലുള്ളത്? ഈ വിപിൻ എന്തൊക്കെയാണ് പറയുന്നത്? എങ്ങനെയൊക്കെ അധിക്ഷേപം നേരിട്ടു എന്നുള്ളതാണ്? സംസ്കൃതം എന്താ താഴെ ജാതിയിലുള്ള ആളുകൾക്ക് പഠിക്കാൻ കൊള്ളില്ല എന്നാണോ ഈ പറയുന്ന വ്യക്തിയുടെ നിലപാട്? എൽദോ, വിപിൻ വിജയൻ എന്ന ഈ വ്യക്തി ഈ ജാതി അധിക്ഷേപത്തിൻ്റെ അട്ടഹാസങ്ങൾ കേൾക്കാം, ഈ ജീവിതം വഴുതിപ്പോകുന്നു എന്നെല്ലാം തുടങ്ങിക്കൊണ്ടൊരു ഫേസ്ബുക്ക് കുറിപ്പ് 2 ദിവസങ്ങൾക്ക് മുമ്പേ പങ്കുവച്ചിരുന്നു. ആ കുറിപ്പിൽ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ സർവകലാശാലയിലുള്ള ഈ ഓറിയൻ്റൽ ഭാഷാ വിഭാഗം ഡീൻ ആയിട്ടുള്ള ഡോക്ടർ വിജയകുമാരിക്കെതിരെ നടത്തിയിട്ടുള്ളത്. അതായത് ഈ പറയുന്ന ഈ വിപിൻ വിജയൻ്റെ ഈ PhDക്ക് വേണ്ടിയിട്ടുള്ള ഈ ഓപ്പൺ ഡിഫൻസ് നടന്നത് ഈ ഒക്ടോബർ 2-ാം തീയതിയാണ്. ഈ ഓപ്പൺ ഡിഫൻസിന് ശേഷമാണ് ഈ വിജയകുമാരി എന്ന് പറയുന്ന ഈ ഡീൻ അത് സർവകലാശാല VCക്ക് ഒരു കത്തയക്കുന്നത്. അതായത് ഈ വിപിൻ വിജയന് സംസ്കൃതത്തെപ്പറ്റി യാതൊരു അറിവുമില്ല, സംസ്കൃതം എഴുതാനും വായിക്കാനും അറിയില്ല, ഇയാൾക്ക് ഇത്തരത്തിൽ ഈ PhD നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ VCക്ക് ഈ കത്ത് അയക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ ആണ് വളരെ ഗുരുതരമായിട്ടുള്ള ഭാഷയിൽ ഈ വിപിൻ വിജയൻ ഫേസ്ബുക്കിൽ തൻ്റെ കുറിപ്പ് പങ്കുവച്ചിട്ടുള്ളത്. അതായത് തനിക്കെതിരെ നടക്കുന്നത് കൃത്യമായിട്ടുള്ള ജാതി അധിക്ഷേപമാണ്. ഇത്തരത്തിൽ തൻ്റെ സമുദായത്തിലുള്ളവർ ഈ സംസ്കൃതം പഠിക്കുന്നതിലുള്ള അതിലുള്ളൊരു ബുദ്ധിമുട്ടാണ് ഇവർ പങ്കുവച്ചത് ഇതിലൂടെ എന്നത് ഉൾപ്പെടെ ഇവർ പറയുന്നു. താൻ ഇത്രയും നാൾ ഈ ബിരുദത്തിലൂടെയും അതുപോലെ തന്നെ തൻ്റെ ഈ ഡിഗ്രി താൻ കൈവരിച്ച ഡിഗ്രികളും എല്ലാ സർട്ടിഫിക്കറ്റുകളും എല്ലാം പാഴായി പോകുന്നത് പോലെ തോന്നുന്നു. അതുപോലെ തന്നെ സംസ്കൃതം അറിയില്ല എന്ന് ഇപ്പോൾ ഈ ഡീൻ പറഞ്ഞത് തൻ്റെ മനസ്സിൽ മായാത്ത ഒരു മുറിവായി മാറി, അതൊരു മുദ്രയായി തൻ്റെ മനസ്സിൽ അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തത് എന്നതുൾപ്പെടെ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പങ്കുവച്ചത്. ഇപ്പോൾ ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ഈ വിപിൻ വിജയൻ പരാതി നൽകിയിട്ടുണ്ട്. കഴക്കൂട്ടം ACPക്കാണ് വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടുള്ളത്. ഈ പരാതിയിൽ തന്നെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. നിരന്തരമായിട്ടുള്ള ജാതി വിവേചനം താൻ ഈ ഡീനിൽ നിന്ന് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ തനിക്ക് ഈ PhD നൽകരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് VCക്ക് കത്ത് നൽകിയത് തൻ്റെ സമുദായത്തിനോടുള്ള സ്പർദ്ധ കാരണമാണെന്നും ഈ പരാതിയിൽ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണങ്ങളാണ് ഈ പരാതിയിലുമുള്ളത്. വിഷയത്തിൽ ഈ വിദ്യാർത്ഥിയായിട്ടുള്ള വിപിൻ വിജയന് പിന്തുണയുമായിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഉൾപ്പെടെ ഇപ്പോൾ നിലവിൽ രംഗത്തെത്തിയിട്ടുണ്ട്. ഈ അധ്യാപികയെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് നമുക്ക് കാണാൻ
കഴിയും. അതായത് ഈ സർവകലാശാല നടത്തിപ്പ് ഈ ഒരു സർവകലാശാലയുടെ രീതിയിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്. ഇത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. മുൻവിധിയോടെയുള്ള പെരുമാറ്റം ഒരിക്കലും വിദ്യാർത്ഥികളോട് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് മന്ത്രി. അതുപോലെ തന്നെ പ്രതിഭാശാലികളായ വിദ്യാർത്ഥികൾക്ക് അറിവ് നേടാനുള്ള അവസരങ്ങൾ അതിന് ഒരു തടസ്സവും ഉണ്ടാകാൻ പാടില്ല എന്ന് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിലേറ്റവും ഒരു വിരോധാഭാസമായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ ഈ വിദ്യാർത്ഥി വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് MA B.Ed അതുപോലെ M.Ed M.Phil തുടങ്ങിയിട്ടുള്ള ഡിഗ്രികളെല്ലാം ഉള്ളതാണ്. അപ്പോൾ ഇയാളുടെ M.Phil പ്രബന്ധത്തിന് ഉൾപ്പെടെ അംഗീകാരം നൽകിയത് ഈ പറയുന്ന ഡോക്ടർ വിജയകുമാരി തന്നെയാണ്. അപ്പോൾ അവരാണ് ഇപ്പോൾ നിലവിൽ ഈ PhDക്ക് വേണ്ടിയിട്ടുള്ള പ്രബന്ധത്തിന് അംഗീകാരം നൽകാതെ അത് VCക്ക് കത്തയക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചത്. അതായത് M.Philന് അംഗീകാരം നൽകിയ ആൾ ഈ PhDയിലേക്ക് വരുമ്പോൾ അത് VCക്ക് കത്തയച്ച് അത് തടയാൻ ശ്രമിക്കുന്നു. ഇത്തരത്തിൽ ഇയാൾക്ക് സംസ്കൃതത്തെപ്പറ്റി ധാരണയില്ല, സംസ്കൃതം അറിയില്ല, അതുകൊണ്ട് PhD നൽകരുത് എന്നുള്ള പേരിൽ ഒരു കത്തയക്കുന്നു. ഇപ്പോൾ നിലവിൽ VCക്ക് ഇവർ അയച്ചിട്ടുള്ള ഈ ഡോക്ടർ വിജയകുമാരി അയച്ച കത്തിൽ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ ഡീനിനെതിരെ നിലവിൽ പരാതിയുമായിട്ട് ഈ വിജയകുമാർ തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. അജയ്, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്ടർ CN വിജയകുമാരി ഡോക്ടറേറ്റ് ഉണ്ട്, പക്ഷേ അത് പ്രവൃത്തിയിൽ കാണിക്കുന്നുണ്ടോ എന്നും സംശയമാണ്. ഈ പരാതി അത് ഗുരുതരമായിട്ടുള്ള സാഹചര്യമാണ്, അത് അന്വേഷിക്കണം എന്നുള്ള നിലപാടിലാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ഇനി പോലീസ് ഈ പരാതി സ്വീകരിച്ച് അതിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? അതിൽ എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ ഈ വിപിൻ്റെ പരാതിയിൽ? നിലവിൽ ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ കഴക്കൂട്ടം ACPക്കാണ് വിപിൻ വിജയൻ പരാതി നൽകിയിട്ടുള്ളത്. അതിൽ ഈ പരാതിയിൽ തന്നെ ഡോക്ടർ ഈ പറയുന്ന വിജയകുമാരിക്കെതിരെ കടുത്ത ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നുള്ളത്. അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കടുത്ത ജാതി അധിക്ഷേപം, ജാതി വിവേചനം നിരന്തരമായിട്ട് നേരിട്ടിട്ടുള്ളതായിട്ട് ഇയാൾ പറയുന്നുണ്ട്. ഇത്തരത്തിൽ ഇയാൾക്ക് PhD കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിനെ അത് തടയിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തൻ്റെ ഒരു വിഭാഗത്തിനോടുള്ള കടുത്ത എതിർപ്പ്, സ്പർദ്ധയാണ് ഇതിലൂടെ പുറത്തേക്ക് വരുന്നത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതിൽ തന്നെ ഒരു പ്രസക്തമായിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് ഇത്രയധികം ഒരു ഡിഗ്രികളും ഒരു നേട്ടങ്ങളെല്ലാം കരസ്ഥമാക്കിയ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉള്ള ഒരാൾക്ക് എന്താണ് ഈ PhD അതിലേക്ക് അപ്ലൈ ചെയ്യാൻ ഉള്ളതിൻ്റെ തടസ്സം എന്നതാണ് ഇതിലേറ്റവും വലിയ ഒരു ചോദ്യമായിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ഓപ്പൺ ഡിഫൻസ് ഉൾപ്പെടെ നടന്നതാണ്. മറ്റ് എക്സ്പേർട്ടുകളും ഉൾപ്പെടെ ഇതിലുണ്ടായിരുന്നു. അത് മന്ത്രി ഉൾപ്പെടെ സ്ഥിരീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു ഓപ്പൺ ഡിഫൻസിന് ശേഷമാണ് ഇത്തരത്തിൽ ഈ ഡോക്ടർ വിജയകുമാരി ഇത്തരത്തിൽ കത്തയക്കുന്നത് VCക്ക്. അതായത് ഈ ഓപ്പൺ ഡിഫൻസിന് ശേഷം എന്തുകൊണ്ടാണ് M.Phil സമയത്ത് ഈ വിദ്യാർത്ഥിക്കെതിരെ നിലപാടെടുക്കാതിരുന്ന, M.Phil സമയത്ത് ഇതേ വിപിൻ വിജയൻ്റെ പ്രബന്ധങ്ങൾ അംഗീകരിച്ചു വിട്ട അതേ ഡീൻ തന്നെ ഇത്തരത്തിൽ ഒരു എതിർപ്പുമായിട്ട് രംഗത്ത് വരാൻ എന്താണ് കാരണം എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. മന്ത്രിയും അതുതന്നെയാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്. എന്തായാലും വിഷയത്തിൽ ഇപ്പോൾ പോലീസ് ആ പരാതി സ്വീകരിച്ചിട്ടുണ്ട്, അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിഷയത്തിൽ ഉൾപ്പെടെ വിജയകുമാരിയോട് ചോദ്യങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവർ തീർച്ചയായിട്ടും മറുപടി പറയാൻ ബാധ്യസ്ഥയാണ്. എന്തുകൊണ്ടാണ് M.Phil സമയത്ത് നിലപാടെടുക്കാതെ ഇപ്പോഴിത്തരത്തിലൊരു മനംമാറ്റത്തിന് കാരണം? അത് PhD തനിക്ക് സമാനമായിട്ട് ഒരു ഡോക്ടറേറ്റിലേക്ക് മറ്റൊരാൾ ഈ ഒരു വിപിൻ വിജയൻ വരുന്നതിലുള്ള ഏതെങ്കിലും അമർഷമാണോ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അസഹിഷ്ണുത വിപിൻ വിജയൻ്റെ പരാതിയിൽ പറയുന്നത് പോലെ കടുത്ത സ്പർദ്ധയും അസഹിഷ്ണുതയുമാണോ അവരെ ഈ പരാതിയിലേക്ക് നയിച്ചത് എന്നുള്ള ചോദ്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനെല്ലാത്തിനും ഉത്തരം വരേണ്ടതുണ്ട്. എന്തായാലും പരാതിയും ഇതിനു മുൻപേയുള്ള ഫേസ്ബുക്ക് പോസ്റ്റിലാണെങ്കിലും വിപിൻ വിജയൻ തൻ്റെ ഭാഗങ്ങളെല്ലാം ഇപ്പോൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സർട്ടിഫിക്കറ്റുകളാണെങ്കിലും അദ്ദേഹം നേടിയിട്ടുള്ള എല്ലാം MA ആണെങ്കിലും B.Ed ആണെങ്കിലും M.Ed അതുപോലെ തന്നെ M.Phil എല്ലാത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ ഉള്ളതാണ്. അപ്പോൾ PhD നേടാൻ എന്ത് തടസ്സം എന്നതാണ് ഈ ഒരു മറ്റൊന്നുമല്ല അജയ്. ഇന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ കാര്യമുണ്ട്. ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന സർവകലാശാലയിൽ പാലിക്കേണ്ട അല്ലെങ്കിൽ കാണിക്കേണ്ട 3 കാര്യങ്ങൾ, അതിൽ പക്വത, മാന്യത, അന്തസ്സ്, ഇത് 3ഉം ഡീൻ കാണിച്ചിട്ടുണ്ടോ എന്ന് സംശയകരമാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഇത്തരത്തിൽ പുലയന്മാർ സംസ്കൃതം പഠിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് അവർ വരുന്നത്. ഇതിൽ അവരെന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? എന്തെങ്കിലും എന്തുകൊണ്ട് ഈ വിപിന് PhD ചെയ്യാൻ കഴിയില്ല എന്നുള്ളതിൽ എന്തെങ്കിലും ഒഫീഷ്യലി ഈ ഡീൻ എന്തെങ്കിലും വിശദീകരണം നൽകിയിട്ടുണ്ടോ ഇതുവരെ?
ഡീനായിട്ടുള്ള ഡോക്ടർ വിജയകുമാരി അത് ഇപ്പോൾ നിലവിൽ അവർ മാധ്യമങ്ങൾക്ക് മുന്നിലാണെങ്കിലും അല്ലാതെ ആവർത്തിക്കുന്നത് ഇയാൾക്ക് ഇത്തരത്തിൽ ഈ സംസ്കൃതത്തെ പറ്റി അറിവില്ല എന്നൊരു വാദമാണ് അവർ വീണ്ടും ആവർത്തിച്ച് ഉന്നയിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ അവർ മറുപടി പറയേണ്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് അവർ തന്നെ അംഗീകരിച്ച് വിട്ടിട്ടുള്ള ഇയാളുടെ എംഫിൽ പ്രബന്ധങ്ങൾ, അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് എംഫിൽ പ്രബന്ധങ്ങൾ അംഗീകരിച്ചത്? ഇത്തരത്തിൽ സംസ്കൃതം അറിയാത്ത ഒരാളുടെ എംഫിൽ പ്രബന്ധങ്ങളാണോ ഡോക്ടർ വിജയകുമാരി അംഗീകരിച്ചത്? എന്താണ് അതിൻ്റെ ഉത്തരം എന്നതുൾപ്പെടെ ഇവർ പറയേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഈ സംസ്കൃതം അറിയാത്ത ഒരാൾ എങ്ങനെയാണ് BEd അതുപോലെ തന്നെ MEd ഉൾപ്പെടെയുള്ള ഇപ്പോൾ ഈ ഒരു ഡിഗ്രികളെല്ലാം പഠിച്ചെടുത്തത് എന്നുള്ളതും ഒരു ചോദ്യം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു ജാഗ്രത കുറവ് ഈ ഡീൻ്റെ ഭാഗത്തു നിന്നുണ്ടായോ? അങ്ങനെയാണെങ്കിൽ അത് ഇവരെ കൂടുതൽ കുഴപ്പത്തിലാക്കുകയുള്ളൂ ഇത്തരം ഒരു കാര്യത്തിലേക്ക് പോയാൽ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഉൾപ്പെടെ അവർ തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതുണ്ട്. അല്ലാതെ ഒഴുക്കൻ മട്ടിൽ ഇയാൾക്ക് സംസ്കൃതം അറിയില്ല എന്ന മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞാൽ അത് വിജയൻ പറഞ്ഞിട്ടുള്ള മുൻ ആരോപണങ്ങൾ, അതായത് ഈ തനിക്ക് നേരിട്ട ഈ ജാതി അധിക്ഷേപം അത്തരത്തിലുള്ള കാര്യങ്ങളെ സാധൂകരിക്കുന്ന നിലയിലേക്ക് അത് പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ മുൻപ് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, മുമ്പ് ഒരു 18-ാം നൂറ്റാണ്ടിലും 19-ാം നൂറ്റാണ്ടിലുമെല്ലാം ഇപ്പോൾ കഥകളി പഠിക്കരുത്, ഇപ്പോൾ താഴ്ന്ന ജാതിക്കാർ ശ്ലോകം ചൊല്ലരുത്, ഇപ്പോൾ അവർ ക്ഷേത്ര ദർശനം നടത്തരുത് തുടങ്ങിയിട്ടുള്ള നിരവധി ഒരു അംഗീകരിക്കാൻ കഴിയാത്ത നിരവധി ദുരാചാരങ്ങൾ സമൂഹത്തിൽ നിലനിന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹാങ് ഓവർ മാറാത്ത ആളുകളാണോ ഇപ്പോഴും സമൂഹത്തിൽ നിലനിൽക്കുന്നത്? അതും സമൂഹത്തിൻ്റെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതിൽ ഇത്തരക്കാർ ഉണ്ടോ എന്നുള്ളതും ഇവിടെ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും സർക്കാർ ഈ വിഷയത്തിൽ നിലവിൽ മന്ത്രി സ്വീകരിച്ചിട്ടുള്ള നിലപാട് അത് സ്വാഗതാർഹം തന്നെയാണ്. ഈ വിദ്യാർത്ഥിയെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് മന്ത്രി ആർ ബിന്ദു ആണെങ്കിലും സ്വീകരിച്ചിട്ടുള്ളത്. സർക്കാരിൻ്റെ പിന്തുണയുണ്ടാകും, സർക്കാർ ഈ വിഷയം അന്വേഷിക്കും എന്നതുൾപ്പെടെയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പോലീസിൻ്റെ അന്വേഷണം നിലവിൽ ആരംഭിച്ചിട്ടുണ്ട്. പോലീസ് അന്വേഷണത്തിൽ എന്താണ് ഇതിൻ്റെ ഒരു സത്യാവസ്ഥ, എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നിലപാട് ഈ ഡീൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്നതുൾപ്പെടെ വെളിപ്പെടേണ്ടതുണ്ട്. ശരി, അജയ് സുധാ വിജയാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും ഒരു തരത്തിലും മാതൃകയാക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് അവിടെ സംഭവിച്ചത്. പറയനും പൊലയനും സംസ്കൃതം പഠിക്കേണ്ട എന്നുള്ള നിലപാടുള്ള ഡീൻമാരാണോ നമ്മുടെ സർവകലാശാലകൾ ഉണ്ടാകേണ്ടത് എന്നതാണ് ചോദ്യം. പക്ഷേ അത്തരത്തിൽ ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ വിശദീകരണം. എന്നാൽ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് വിപിൻ. എന്നാലും അതിലൊരു അന്വേഷണം പൂർത്തിയാകട്ടെ, അതിൽ വ്യക്തത കൈവരട്ടെ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി മരിച്ചു എന്ന കുടുംബത്തിന്റെ പരാതിയിൽ പ്രതിഷേധം ശക്തമാണ്. കൃത്യസമയത്ത് മരുന്ന് നൽകിയില്ല എന്നും ഡോക്ടർ എത്താൻ വൈകിയെന്നും മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു ആരോപിച്ചു. ഡോക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കണം എന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പ്രിൻ, ക്ലോപ്പിഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്ലോൾ, എനലാപ്രിൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി. പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു, പേഷ്യന്റ് വെന്റിലേറ്റർ ആക്കി, പേഷ്യന്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിന്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്ത് ആണ്. മനുഷ്യരെല്ലാവരും മരണത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. എന്ത് ചികിത്സ കൊടുത്താലും ഒരു 10-20% ആൾക്കാർ മരിക്കും. നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും. നമ്മൾ ചികിത്സയിൽ അൺഫോർച്ചുനേറ്റ്ലി യങ് ഏജ് ആയിരുന്നു, റിലേറ്റീവ്ലി ലേറ്റ് 40s ആളാണ്, മരിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ച് നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകിയെന്നാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഇപ്പോൾ ആവർത്തിച്ച് നമ്മൾ കേട്ടത്. എസ് വിനീഷ് വിവരങ്ങൾ നൽകും. വിനീഷ്, എന്താണ് വേണുവിൻ്റെ കുടുംബം പറയുന്നത്? വേണുവിൻ്റെ ശബ്ദം അത് ഇപ്പോഴും ഹോണ്ട് ചെയ്യുന്നതാണ്. കാരണം മരണത്തിന് മുമ്പ് സുഹൃത്തുക്കൾക്ക് അയച്ച ആ ശബ്ദ സന്ദേശം തന്നെ അതിൽ പറയുന്നുണ്ട്, എന്നെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്ന്. കുടുംബം എന്താണ് ഇപ്പോൾ ഉന്നയിക്കുന്നത്? എൽദോ, ആശുപത്രി അധികൃതരുടെ വിശദീകരണങ്ങൾ പൂർണ്ണമായിട്ടും തള്ളിയിരിക്കുകയാണ് കുടുംബം. കാരണം അവർ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു തുടക്കം മുതൽ ഉന്നയിച്ചിരുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളായിരുന്നു എൽദോ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെയുള്ള ശബ്ദ സന്ദേശം.
തൻ്റെ സുഹൃത്തിന് അയച്ചു കൊടുത്ത ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഏകദേശം ഒരു 5 ദിവസം ചികിത്സയിൽ തുടർന്നിട്ട് പോലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തനിക്ക് ചികിത്സ ലഭ്യമായില്ല എന്നാണ് വേണുവിൻ്റെ ശബ്ദ സന്ദേശത്തിൽ കൃത്യമായി പറഞ്ഞിരുന്നത്. അതിൽ പറഞ്ഞ മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഒരു നായ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും രോഗികളെ നോക്കുന്നില്ല, തന്നെ നോക്കുന്നില്ല, പരിചരിക്കുന്നില്ല എന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണം. അതുപോലെ തന്നെ ഡോക്ടർമാർ കാര്യമായി നോക്കുന്നില്ല, നേഴ്സുമാർ നോക്കുന്നില്ല, വെള്ളക്കുപ്പായമിട്ട മാലാഖമാരെന്ന് പറയുന്നെങ്കിലും അവർ അത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നില്ല എന്നതടക്കം വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു ശബ്ദ സന്ദേശമായിരുന്നു സുഹൃത്തിന് അയച്ചു നൽകിയത്. ബുധനാഴ്ച രാത്രിയിലാണ് വേണു മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത്. തുടർന്നാണ് ഇതിൻ്റെ ശബ്ദ സന്ദേശമടക്കം വെളിയിൽ വന്നത്. അപ്പോൾ കുടുംബം വലിയ രീതിയിലുള്ള പരാതിയുമായിട്ട് മുന്നോട്ട് വരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായത്. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു, അതുപോലെ തന്നെ ആരോഗ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെ ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇന്ന് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് എന്തോ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ എന്തായാലും ഈ ശബ്ദ സന്ദേശവുമായി ബന്ധപ്പെട്ട് ആശുപത്രി അധികൃതരിൽ നിന്നുള്ള വിശദീകരണമാണ് നമ്മൾ അല്പസമയം മുന്നേ കേട്ടത്. ഇതിൽ തന്നെ അവർ വേറൊരു കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ആൻജിയോഗ്രാം ചെയ്യാനായിട്ടാണ് ആശുപത്രിയിലേക്ക് ഈ രോഗിയെ കൊണ്ടുവന്നത്. പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഈ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് നടത്തിയത്. തന്നെയല്ല, ഇയാൾക്ക് മുമ്പ് സ്ട്രോക്ക് ഉണ്ടായ രോഗിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിൻ്റേതായ കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ ലഭ്യമാക്കി എന്ന് തന്നെയാണ് അവരുടെ ഒരു വിശദീകരണം. പക്ഷേ ഇത് പൂർണ്ണമായും ഈ കുടുംബം നിഷേധിക്കുന്നുണ്ട്. കാരണം അത്തരത്തിലുള്ള വലിയ തെളിവുകളാണ് ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരുന്നത്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഇപ്പോഴും കുടുംബം ഉന്നയിക്കുന്നുണ്ട്. കുടുംബം ഉന്നയിക്കുന്ന ഈ പരാതി ഇപ്പോഴും അവർ ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ നമുക്ക് സൂചിപ്പിക്കാനുള്ള മറ്റൊരു കാര്യമുണ്ട് എൽദോ. ഇപ്പോൾ നിലവിൽ രാഷ്ട്രീയ സാഹചര്യമുണ്ട്, തിരഞ്ഞെടുപ്പൊക്കെ അടുത്ത് വരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിൽ പ്രതിഷേധം സൂപ്രണ്ട് ഓഫീസിലേക്ക് നടന്നിരുന്നു. അതുപോലെ തന്നെ കൊല്ലത്ത് പന്മനയിലെല്ലാം പ്രതിഷേധങ്ങൾ നടന്നു. ദേശീയപാത ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമുണ്ട്. ഫ്ലെക്സ് ബോർഡിലേക്ക്, ആരോഗ്യമന്ത്രിയുടെ ഫ്ലെക്സ് ബോർഡിലേക്ക് കരിയോയിൽ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം, അങ്ങനെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്ക് ഈ ഒരു സംഭവം വഴിവെച്ചിരിക്കുകയാണ്. ഇന്ന് പന്മനയിലുള്ള ഈ വേണുവിൻ്റെ വീട്ടിൽ രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എത്തിയിരുന്നു. അതുപോലെ തന്നെ ഈ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നും ആരോഗ്യ വിഭാഗത്തിലുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ കൊല്ലത്തുള്ള PC വിശ്വനാഥ് MLA ഇതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിച്ചു. അതായത് ആരോഗ്യമന്ത്രി കഴിഞ്ഞ ദിവസം തന്നെ ഈ വിശദമായിട്ടുള്ള റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിട്ടിരുന്നു. പക്ഷേ PC വിശ്വനാഥ് പറയുന്നത് ഇതെല്ലാം ജനങ്ങളുടെ മുന്നിൽ പൊടിയിടാൻ വേണ്ടിയുള്ള തന്ത്രമാണ്. എന്ത് ആരോഗ്യ മേഖലയിലുള്ള എന്ത് വീഴ്ചകളുണ്ടായാലും മന്ത്രി ഇത് തന്നെയാണ് പറയുന്നത്. ഇതെല്ലാം ശരിക്കും പൊതുസമൂഹത്തോടുള്ള വെല്ലുവിളിയാണ് എന്നതടക്കമുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കുടുംബത്തിൻ്റെ ഒരു തീരുമാനം. കാരണം ഇന്നലെയായിരുന്നു ഈ സംസ്കാര ചടങ്ങുകളെല്ലാം നടന്നത്. ശരിക്കും മരണം നടന്നൊരു വീടാണ്. അവർക്ക് ഈ ഒരു മരണാനന്തര കാര്യങ്ങളെല്ലാം ചെയ്തതിന് ശേഷമായിരിക്കും കൂടുതൽ നിയമ നടപടിയിലേക്ക് അവർ ഇറങ്ങുക. എന്തോ ആ ഡോക്ടർമാർ വിശദീകരിച്ചപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റിലേറ്റീവ്ലി യങ്ങായിരുന്നു, ചെറുപ്പമാണ് അദ്ദേഹം. എന്നിട്ടും അങ്ങനൊരു മരണം സംഭവിച്ചു എന്നുള്ളതാണ്. അതിൽ പല കാരണങ്ങൾ അവർ നിരത്തുന്നുവെങ്കിൽ പോലും ഒരു കുടുംബത്തിൻ്റെ ആശങ്ക, ഒരു ചികിത്സ തേടി അത് മെഡിക്കൽ കോളേജിലെത്തുന്ന ഒരു സാധാരണക്കാരായിട്ടുള്ള കുടുംബത്തിൻ്റെ ആശങ്കയാണല്ലോ ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. അവിടെ ആ രോഗി തന്നെ അദ്ദേഹം തന്നെ സുഹൃത്തുക്കൾക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായി ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളത്. പക്ഷേ ഡോക്ടർമാർ പറയുന്നത് മറ്റൊന്നാണ്. വളരെ കൃത്യമായി ചികിത്സ നൽകിയിരുന്നു, 5-ാം ദിവസമാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്നൊക്കെ. ആ ഡോക്ടർ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ 24 മണിക്കൂർ സമയം അത് കഴിഞ്ഞിട്ടാണോ ഈ വേണുവിനെ എത്തിച്ചിരുന്നത്? അത്തരത്തിൽ എന്തെങ്കിലും വീഴ്ച അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിരുന്നോ ആശുപത്രി എത്തിക്കുന്നതിന് മുമ്പ്? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ടോ ബന്ധുക്കൾ? എൽദോ ഒക്ടോബർ 31-നാണ് ചികിത്സ തേടി എത്തുന്നത്. നെഞ്ചുവേദനയെ തുടർന്നാണ് വേണു ആദ്യം പന്മനയിലുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെത്തുന്നു. അവിടെ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക്, കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഈ രോഗം മൂർച്ഛിച്ചതോടുകൂടി അടിയന്തരമായിട്ട് ഉള്ള ചികിത്സ ലഭ്യമാകണമെന്ന് മനസ്സിലാക്കിയ ഡോക്ടർമാർ
തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്യുകയായിരുന്നു. ആൻജിയോഗ്രാം അടക്കം ചെയ്യണം എന്നതടക്കം നിർദ്ദേശം നൽകി. അങ്ങനെയാണ് എമർജൻസി ആയിട്ട് തന്നെ ആംബുലൻസിൽ അതിവേഗതയിൽ എത്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ എത്തിച്ച ഒരു രോഗിയെ 5 ദിവസമായിട്ടും വേണ്ട വിധത്തിൽ പരിചരിച്ചില്ല എന്നതാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു വലിയൊരു ആരോപണം. സഹിക്കെട്ടാണ് ഈ രോഗി തന്നെ അതിൻ്റെ ഒരു ശബ്ദ സന്ദേശം അയക്കുകയും ചെയ്തത്. കാരണം ഇതുമായി ബന്ധപ്പെട്ട് രോഗിയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നു, ഡോക്ടർമാർ പലപ്പോഴായിട്ട് അടുത്ത് വരുമ്പോഴെല്ലാം പറയുന്നുണ്ട്, ഇതിൽ പറയുന്ന തരത്തിലുള്ള ചികിത്സകൾ എന്തുകൊണ്ട് എനിക്ക് ലഭ്യമാകുന്നില്ല എന്ന് വേണു തന്നെ അങ്ങോട്ട് ചോദിക്കുന്നുണ്ട് എന്നാണ് ശബ്ദത്തിൽ പറയുന്നത്. പക്ഷേ അതിൻ്റേതായ നടപടിക്രമങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ രീതികളോ ഒന്നും തന്നെ അവിടെ നടന്നില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവന് തന്നെ ഭീഷണിയാകും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സഹിക്കെട്ടാണ് അയാൾ ആ ഒരു ശബ്ദ സന്ദേശം അയച്ചത്. ഇത് പുറംലോകത്തേക്ക് എത്തിക്കണം എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ എന്തുമാത്രം വേദനയായിരിക്കും ആ വീട്ടുകാർക്ക് ഉണ്ടാവുക എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം. പക്ഷേ ആ വീടിനുണ്ടായ ഒരു തീരാനഷ്ടം അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിനപ്പുറമാണ്. കാരണം ആ വീട്ടിൽ വേണുവിൻ്റെ ഒരു സഹായത്തിൽ തന്നെയാണ് ആ കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വേണു ഒരു ഓട്ടോ തൊഴിലാളിയാണ്. രാവിലെ ഓട്ടോയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. പൻപന പ്രദേശങ്ങളിലെല്ലാം ഓട്ടോ ഓടി കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ തന്നെയാണ് ആ കുടുംബം മുന്നോട്ട് പോകുന്നത്. 2 പെൺമക്കളും ഭാര്യയും അടങ്ങുന്ന ഒരു കുടുംബമാണ്. ശരിക്കും ആ കുടുംബത്തിൻ്റെ ഒരു അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇതിൽ എന്ത് വില കൊടുത്താൽ മതിയാകും ആ കുടുംബത്തിന് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കം കോൺഗ്രസ് പ്രവർത്തകരടക്കം ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. ഈ കുട്ടികളുടെ സംരക്ഷണം ഉൾപ്പെടെ ഈ കുടുംബത്തിൻ്റെ സംരക്ഷണം ഉൾപ്പെടെ സർക്കാർ ഏറ്റെടുക്കണം എന്ന തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. അത്തരത്തിലുള്ള ആരോപണങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു അന്വേഷണം കേന്ദ്ര ആരോഗ്യ വിഭാഗം നടത്തണമെന്നതൊക്കെയാണ് യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബം ഈ മൊഴിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം തൻ്റെ കൊലക്കുറ്റത്തിനെതിരെ കേസെടുക്കണമെന്ന് പ്രതിപക്ഷം പറയുമ്പോൾ കുടുംബവും അത് തന്നെയാണ് ആരോപിക്കുന്നത്. തൻ്റെ അച്ഛനെ കൊന്നതാണെന്ന് മക്കൾ പറയുന്നു. അതുപോലെ തന്നെ തൻ്റെ ഭർത്താവിന് നഷ്ടപ്പെട്ട ഒരു കാര്യവും അന്വേഷണം വേണമെന്ന് സിന്ധുവും പറയുന്നു. അതായത് വേണുവിൻ്റെ ഭാര്യ സിന്ധുവും പറയുന്നുണ്ട്. എന്തായാലും അവർ ഈ മരണാന്തര ചടങ്ങുകളെല്ലാം കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം കൂടുതൽ നിയമ നടപടിയായിട്ട് മുഖ്യമന്ത്രിയെല്ലാം നേരിട്ട് കാണാനുള്ള വലിയൊരു തീരുമാനത്തിൽ തന്നെയാണ് എന്തോ. വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ആ കുടുംബത്തിൻ്റെ ഏക അത്താണിയാണ് ഈ വേണു. ആ വേണുവിൻ്റെ മരണത്തിൽ അവിടെ ഒരു ചികിത്സാ പിഴവുണ്ടായിട്ടുണ്ടെങ്കിൽ അതും കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. അവിടെ വീഴ്ച പറ്റിയെങ്കിൽ ആ ഡോക്ടറെ മാറ്റി നിർത്തിയുള്ള അന്വേഷണം സ്വാഗതം ചെയ്യട്ടെ മെഡിക്കൽ കോളേജ് എന്നുള്ളതാണ് സാധാരണക്കാർ ആവശ്യപ്പെടുക. ആ വിഷയം അത്തരത്തിൽ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാം. നഷ്ടം അത് തീരാ നഷ്ടമാണ്. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വീഴ്ചകൾ അത് മെഡിക്കൽ കോളേജുകൾ പോലുള്ള ഇടങ്ങളിൽ സംഭവിക്കരുത്. അവിടെ എത്തുന്നത് ഈ വേണുവിനെ പോലെയുള്ള സാധാരണക്കാരാണ്. അവർക്ക് നല്ല ചികിത്സ, ഏറ്റവും മികച്ച ചികിത്സ നൽകിയേ മതിയാകൂ. അതിനാണല്ലോ നമുക്ക് അത്തരം മെഡിക്കൽ കോളേജുകൾ. മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ, കാറിനെ ഓവർടേക്ക് ചെയ്തതിൽ പ്രകോപിതരായ യുവാക്കൾ ഓട്ടോ ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ചു. പാലക്കാട് കൂറ്റനാടാണ് ഈ സംഭവം. പരിക്കേറ്റ ഓട്ടോ ഡ്രൈവർ ബെന്നി ആശുപത്രിയിൽ ചികിത്സ തേടി. ഞാൻ വണ്ടി എടുത്തിട്ട് ഈ ആശുപത്രിയുടെ ഭാഗത്തേക്ക് ചായ കുടിക്കാൻ വരികയായിരുന്നു. അവരെ വണ്ടിയുടെ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ദേഷ്യത്തിൽ വന്നിട്ട് ഇടിച്ചു. വണ്ടിയിൽ നിന്ന് ഇടിച്ചിറക്കിയിട്ട് ഇടിച്ചു. ഷോൾഡറിന് ഈ മൂട്ടറിന് ഇവിടെയൊക്കെ മാരക പരിക്ക് പറ്റി. രണ്ടാളും കൂടിയിട്ടാണ് ആക്രമിച്ചത്. കൈ കൊണ്ട് ബലമായി പിടിച്ചിടിക്കുകയാണ്. അവരെ പരിചയമൊന്നുമില്ല. അവിടെ കണ്ടവര് പരിചയം മാത്രം. നമ്മളവരെ സഹായിച്ചു എന്നുള്ള തെറ്റ് മാത്രം നമ്മൾ ചെയ്തിട്ടുണ്ട്. സംഭവത്തിൽ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ അഭിലാഷ്, മേടത്തൂർ സ്വദേശി അജ്മൽ എന്നിവരെ ചാലശ്ശേരി പോലീസ് പിടികൂടിയിട്ടുണ്ട്. പിടിയിലായ അലൻ 2024 ജൂണിൽ തൃത്താല SIയെ കാർ ഇടിപ്പിച്ച സംഭവത്തിലെ മുഖ്യപ്രതിയാണ്. എം വിഷ്ണു വിവരങ്ങൾ നൽകും. വിഷ്ണു, അപ്പോൾ ആള് മോശക്കാരനല്ല. ഇനി നേരത്തെ ഉണ്ടായിട്ടുണ്ട് ഇത്തരം സംഭവങ്ങൾ. എന്താണ് ശരിക്കും സംഭവിച്ചതെന്നാണ് ഈ ഓട്ടോ ഡ്രൈവർ ബെന്നി പറയുന്നത്? അയാൾ ഓട്ടോ ഓവർടേക്ക് ചെയ്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണോ ഈ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഇയാൾ ഇത്രയും ക്രൂരമായി മർദ്ദിക്കുന്നത്? തീർച്ചയായും എൽദോ പറഞ്ഞതുപോലെ തന്നെ അലൻ അഭിലാഷ് ചില്ലറക്കാരനല്ല. 2024 തൃത്താല SI ആയിരുന്ന സുഭാഷിനെ വാഹനം ഇടിച്ചിടാൻ ശ്രമിച്ച
വ്യക്തി കൂടിയാണ്. അതായത് ഒരു വെള്ളിയങ്കല് എന്നൊരു ഒഴിഞ്ഞ പ്രദേശത്ത് പാതിവരത്ത് ലഹരി ഇടപാട് നടക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞെത്തിയ പോലീസിനെയാണ് ആക്രമിക്കാൻ ശ്രമിച്ചത്. ഈ കേസിൽ പ്രതിയാണ് അലൻ അഭിലാഷ്. ഈ സംഭവം ഉണ്ടായത് ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ്. കൂറ്റനാട് സെന്ററിലെ ഒരു സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ വെച്ചാണ്. ഏറെ തിരക്കുള്ള പാതയാണ്. ഈ സമയത്ത് ഇവിടെ കാറിൽ അലൻ അഭിലാഷും അജ്മലും സഞ്ചരിച്ച കാറിനെ പുറകിലൂടെ വന്ന ഒരു ഗൂഡ്സ് ഓട്ടോറിക്ഷ, പാൽ വിൽപ്പനക്കാരനായ ബെന്നിയുടെ ഓട്ടോറിക്ഷ ഓവർടേക്ക് ചെയ്ത് കയറിയപ്പോൾ ഇതിൽ പ്രകോപിതരായ ഈ യുവാക്കൾ, 20 വയസ്സാണ് അലൻ അഭിലാഷിനുള്ളത്, ഈ യുവാക്കൾ അലൻ അഭിലാഷും അജ്മലും കാറിൽ നിന്ന് ഇറങ്ങി വന്ന് ബെന്നിയെ ഓട്ടോയിൽ നിന്ന് പിടിച്ച് വലിച്ചിറക്കി നിലത്തിട്ട് ചവിട്ടുകയും മർദ്ദിക്കുകയുമാണ് ചെയ്തത്. തുടർന്ന് നാട്ടുകാരോട് കൂടിയാണ് ഇവരെ പിടിച്ചു മാറ്റിയത്. തുടർന്ന് വിവരം അറിയിച്ച തുടർന്ന് ചാലിശ്ശേരി പോലീസ് സ്ഥലത്തെത്തി ഇരുവരെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എൽദോ, അപ്പോൾ നേരത്തെ ഈ ലഹരി കേസിലും ഇയാൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ടോ വിഷ്ണു? തീർച്ചയായും ഈ ലഹരി കേസിലും പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ പോലീസിനെ ആക്രമിച്ച കേസിലും അന്ന് പ്രതി ചേർക്കപ്പെടുകയും റിമാൻഡ് ചെയ്യുകയോ ചെയ്തതെന്നാണ് എൽദോ. ആ കേസിന്റെ സാഹചര്യം എന്താണ് ഇപ്പോൾ? അത് പൂർത്തിയായോ? ആ കേസ് 2024 അതിപ്പോ കുറച്ചുനാൾ ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം വിട്ടയക്കേണ്ടത്. വാഹനാപകടം ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ള കേസാണ്. പോലീസ് ഉദ്യോഗസ്ഥനെ ഇടിച്ച് ആക്കാൻ ശ്രമിച്ചുള്ള കേസ് മാത്രമാണ് അതിലുണ്ടായിരുന്നത്. റൈറ്റ്, ഓക്കെ വിഷ്ണു. ഇന്ന് ഈ സംഭവം നടക്കുന്നത് എപ്പോഴാണ്? ഇനി നാട്ടുകാരാണ് ഇയാളെ പിടിച്ചു മാറ്റുന്നത് അല്ലെങ്കിൽ ബെന്നിയെ രക്ഷപ്പെടുത്തുന്നത്? രണ്ടുപേർ ചേർന്ന് ഒരു പാവ മനുഷ്യനെ ക്രൂരമായി മർദ്ദിക്കുകയാണ്. അപ്പോൾ അതിൽ നാട്ടുകാരുടെ ഇടപെടലാണോ അത്രയും മർദ്ദനത്തിലെങ്കിലും ഒതുങ്ങിയത്? കാരണം അവരുടെ രീതി വെച്ചിട്ട് അങ്ങനെ അല്ലാന്ന് തോന്നുന്നു. നാട്ടുകാർ എത്തിക്കാറുണ്ടോ? പോലീസ് എത്തിയിരുന്നോ സ്ഥലത്തേക്ക്? തീർച്ചയായും ഇത് കൂറ്റനാട് സെന്റർ എന്ന് പറഞ്ഞ ഏറെ തിരക്കുള്ളൊരു സ്ഥലമാണ്. ഇവിടെ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിലാണ് ഈ സംഭവം ഉണ്ടായത്. വൈകുന്നേരം നിറയെ ആളുകളുള്ള സമയമാണ്. ഈ സമയം തിരക്കുള്ള ഒരു ആശുപത്രിയാണിത്. ഇവിടെ വെച്ച് ഈ സംഭവം ഉണ്ടാകുമ്പോൾ ഈ നാട്ടുകാർ, സമയത്ത് ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉണ്ട്, ആംബുലൻസ് സ്റ്റാൻഡ് ഉണ്ട്, നിറയെ വാഹനങ്ങൾ ഉള്ള ആൾക്കാരുണ്ട്. ഈ സംഭവം ഉണ്ടായ ഉടനെ തന്നെ ആളുകൾ ഓടിക്കൂടി ഇവരെല്ലാം പിടിച്ചു മാറ്റുകയായിരുന്നു. ബെന്നിയെ മർദ്ദിക്കുന്ന സാഹചര്യത്തിൽ ഈ 2 യുവാക്കളെ പിടിച്ചു മാറ്റുകയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഈ മർദ്ദനത്തിൽ ഒതുങ്ങിയത് കാര്യങ്ങൾ. ബെന്നിക്ക് ഗുരുതര പരിക്കുകളില്ല. ഈ മർദ്ദനമായിട്ട് ചെറിയ ചെറിയ ചതവുകൾ കാര്യങ്ങളേ ഉള്ളൂ. ഈ പിടിച്ചുമാറ്റൽ ആളുകൾ ഇല്ലാത്തൊരു ഇടമായിരുന്നെങ്കിൽ ക്രൂരമർദ്ദനം ഉണ്ടാവുകയായിരുന്നു. വലിയ വലിയ ഗുരുതരമായ പരിക്കുകൾ ബെന്നിക്ക് നേരിട്ട് വരുമായിരുന്നു. നിലവിൽ ബെന്നി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഇവരെയൊക്കെ കൃത്യമായി പിടികൂടി കൈകാര്യം ചെയ്യാൻ തന്നെ വേണം. എന്നാൽ നിയമപരമായി തന്നെ കാര്യങ്ങൾ നീങ്ങട്ടെ. വിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത് പാലക്കാട് നിന്ന്. കണ്ണൂർ പയ്യന്നൂരിൽ മദ്യലഹരിയിൽ യുവാക്കൾ ഓടിച്ച കാർ ഓട്ടോറിക്ഷയിൽ ഇടിച്ച് പരിക്കേറ്റ യാത്രക്കാരി മരിച്ചു. തൃക്കരിപ്പൂർ സ്വദേശി ഖദീജയാണ് മരിച്ചത്. ഇന്നലെ രാത്രി 9:30 കൂടിയായിരുന്നു സംഭവം. കാറിലുണ്ടായിരുന്ന 4 പേരും ഇറങ്ങി ഓടാൻ ശ്രമിച്ചുവെങ്കിലും 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിനെ കൈമാറി. നീലേശ്വരം സ്വദേശികളായിട്ടുള്ള അഭിരാഗ്, അഭിജിത്ത് എന്നിവരാണ് പിടിയിലായത്. ഇടിയുടെ ആഘാതത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു. ഇതിനു മുമ്പ് 2 ബൈക്കുകളിലും കാർ ഇടിച്ചിരുന്നു. രജീഷ് കുളങ്ങര ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകും. രജീഷ്, അപ്പോൾ ഈ 2 ബൈക്കിൽ ഇടിച്ച ശേഷം ഓട്ടോറിക്ഷയിൽ അപ്പോൾ ഒരു അപകട പരമ്പര തന്നെ ഉണ്ടാക്കിയ ശേഷമാണ് ഒരു സ്ത്രീയുടെ മരണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. അവർ അപ്പോഴും ആ കാറ് ഓടിക്കുന്നത് നിർത്താൻ തയ്യാറായില്ലേ? അല്ലെങ്കിൽ നാട്ടുകാർ അത് തടയാൻ ശ്രമിച്ചില്ലേ? തീർച്ചയായും അത് തന്നെയാണ് സംഭവിച്ചത്. ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇവർ കാറുമായി വന്നത്. പയ്യന്നൂർ കേളോത്ത് ഭാഗത്തു നിന്നാണ് ഏകദേശം 9:30 ഇവർ വാഹനം ഓടിച്ചു വന്നത്. ബസ് സ്റ്റാൻഡ് സമീപത്തെ ഒരു ഓട്ടോറിക്ഷയിൽ ഇടിച്ച് നിർത്താതെ പോയ വാഹനം വീണ്ടും ഒരു ബൈക്കിൽ ഇടിച്ച് വീണ്ടും യാത്ര തുടർന്നു. അതിനിടയിൽ ഇടിയുടെ ആഘാതത്തിൽ കാറിനേറ്റ പരിക്ക്, കാറിന്റെ ബോണറ്റ് തകർന്ന് ടയർ പൊട്ടിയതിനെ തുടർന്ന് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു കാർ നിന്നത്. അതിനിടയിൽ തന്നെ നാട്ടുകാർ ഓടി രക്ഷപ്പെടാനൊക്കെ ശ്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപകടകരമായ രീതിയിൽ വാഹനം വരുന്നപ്പോൾ വാഹനം നിന്നതോടുകൂടി നാട്ടുകാരും യാത്രക്കാരും ബസ് സ്റ്റാൻഡിലുണ്ടായിരുന്ന ഡ്രൈവർ ഉൾപ്പെടെയുള്ളവർ വാഹനം വളഞ്ഞു വെച്ച് ഇവരെ പിടികൂടുകയായിരുന്നു. 4 പേരായിരുന്നു ആ സമയത്ത് കാറിലുണ്ടായിരുന്നത്. ഇവർ നാട്ടുകാർ പോലീസിനെ വിളിച്ച് പോലീസ് വരുന്നതിനിടയിൽ 2 പേർ ഓടി രക്ഷപ്പെട്ടു. 2 പേരെ നാട്ടുകാർക്ക് പോലീസിന് കൈമാറാൻ സാധിച്ചു. നീലേശ്വരം ചായോത്ത് സ്വദേശികളായ അഭിജിത്ത്, അഭിരാഗ് എന്നിവരെയാണ് നാട്ടുകാർക്ക് പിടികൂടാൻ സാധിച്ചത്. ഇതിൽ അഭിജിത്തിനെതിരെ നരഹത്യക്ക് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇവർ ഇതിനു മുമ്പും 2 ബൈക്കിൽ ഇടിച്ചതിന് ശേഷമാണ് ഇവിടെ എത്തിയത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന തൃക്കരിപ്പൂർ സ്വദേശി കോവൽ ഖദീജ രാത്രി 12 മണിയോടെ കണ്ണൂർ AKG ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇവർ പയ്യന്നൂരിൽ ഒരു ആശുപത്രിയിലേക്ക് വന്നതായിരുന്നു. ആശുപത്രിയിൽ ഡോക്ടറെ കാണിച്ചതിന് ശേഷം തിരിച്ച് വീട്ടിലേക്ക് പോകാൻ ഓട്ടോ വിളിച്ചു പോകുന്നതിനിടയിലാണ് എതിരെ വന്ന ഈ കാറ് ഇടിച്ച് വലിയ അപകടം ഉണ്ടാക്കിയത്. എൽദോ.
റൈറ്റ്. കാറ് അത് മദ്യലഹരിയിലാണ് ഇത്തരത്തിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അവിടെ കാറിൻ്റെ പാച്ചിലുണ്ടായത്. അത് നേരത്തെയും ബൈക്കിലിടിക്കുന്നു. ഈ ഓട്ടോറിക്ഷ ഏതാണ്ട് തകർന്ന സാഹചര്യമാണ്. മദ്യലഹരിയിൽ യുവാക്കൾ ഓടിച്ച കാറാണ് ഓട്ടോറിക്ഷയിലിടിച്ച് ഖദീജ എന്ന തൃക്കരിപ്പൂർ സ്വദേശി മരിക്കുന്ന സാഹചര്യമുണ്ടായത്. നീലേശ്വരം സ്വദേശികളാണ് ഈ അപകടമുണ്ടാക്കിയവർ. എന്തായാലും പരിക്കേറ്റ യാത്രക്കാരിക്ക് ദാരുണാന്ത്യം അത് പിന്നീട് ആശുപത്രിയിൽ വെച്ച് സംഭവിച്ചു എന്നുള്ളതാണ്. 4 പേര് ഇറങ്ങി ഓടാൻ ശ്രമിച്ചപ്പോൾ നാട്ടുകാർ പിടികൂടി പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. ഇവർ മദ്യലഹരിയിലായിരുന്നു എന്നുള്ളതാണ്. പോലീസിന് കൈമാറുകയായിരുന്നു. മദ്യലഹരിയിലാണെന്ന് മദ്യക്കുപ്പികളുടെ ദൃശ്യവും നമുക്ക് കാണാം. ആ കാറിനുള്ളിൽ മദ്യക്കുപ്പി ഉൾപ്പെടെയുള്ളവ അതിലുണ്ട്. എന്നാലും കാർ ഓടിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് ആ അപകടം നീണ്ടുപോയി. അതാണ് അവരെ അവിടെ പിടികൂടാനെങ്കിലും സാഹചര്യം ഉണ്ടാക്കിയത്. ഇവർ ഓടിച്ച ആ കാറ് ഇടിച്ച് ബോണറ്റ് മടങ്ങി അതിൻ്റെ ടയർ കേടാവുന്ന സാഹചര്യം. അങ്ങനെ മുന്നോട്ട് നീങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവർ ആ കാറുമായി വീണ്ടും മുന്നോട്ട് പോയതിനെ അപകടത്തിലുള്ള സാധ്യത ഉണ്ടാക്കുമായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. രജീഷ് കുളങ്ങരയാണ് വിവരങ്ങൾ നൽകിയത്. ഈ വിശദാംശങ്ങൾ എന്താണ് സ്പോട്ട് ലൈവിൻ്റെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും നാളെ നമസ്കാരം.